വളരെ ശക്തമായ ഒരു മത്സരം നടക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് കണ്ണൂർ. കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥി കെ സുധാകരനോടൊപ്പം സുനിൽ ഐസക്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥി കെ സുധാകരൻ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ 2 ദിവസമായി മണ്ഡലത്തിലെ കോളേജ് ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സുധാകരൻ്റെ പ്രവർത്തനം. ഒപ്പം മണ്ഡലത്തിലെ പ്രമുഖ വ്യക്തികളെയും സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു വട്ടം കൂടി കണ്ണൂരിൽ മത്സരിക്കുമ്പോൾ എന്താണ് കെ സുധാകരൻ്റെ പ്രതീക്ഷ? പ്രതീക്ഷ വളരെ നന്നായി സുഖകരമായി ജയിച്ചു വരും, നല്ല മാർജിനിൽ തിരിച്ചു വരും. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന ഒരു ആൻറ്റി ഇൻകംബൻസി ഫാക്ടറും എനിക്ക് ഇത്തവണയില്ല. അത് മാത്രമല്ല, നാടിൽ ജനങ്ങൾക്ക് പൊതുവെ ഒരു അവയർനെസ് വന്ന രാഷ്ട്രീയ കാലഘട്ടം ഇത്. ജനാധിപത്യ മതേതര ശക്തികൾ തിരിച്ചു വരണം എന്ന് ഈ രാജ്യത്തിലെ ജനകോടികൾ ആഗ്രഹിക്കുന്നു. ഈ ജനാധിപത്യ മതേതര സംവിധാനത്തിൽ വർഗീയതയ്ക്കൊരു പ്രസക്തിയുമില്ല. ജനാധിപത്യ സംവിധാനത്തിൽ അക്രമത്തിന് പ്രസക്തിയില്ല. അപ്പോൾ അക്രമത്തിൻ്റെ വക്താക്കളെയും വർഗീയ ശക്തികളെയും തുരത്താൻ അനിവാര്യമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പെന്ന് ഇന്ത്യയിലെ വോട്ടർമാർ കാണുന്നു. വിജയ പ്രതീക്ഷയിലാണ് കെ സുധാകരൻ.